إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇപ്പൊ പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് ദിവസങ്ങൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ പ്രത്യേകതകളുണ്ട്. ആ കൂട്ടത്തിൽ ഇസ്ലാമിന് 7 എന്ന സംഖ്യക്ക് ഒരുപാട് പ്രത്യേകതകൾ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആശയം എന്താണ് അല്ലാഹു അലം, നമുക്കറിയില്ല. വ്യത്യസ്തമായ 7 മഴവില്ലിൻ്റെ വർണ്ണങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ 7 വൻകരകളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 7 ആകാശങ്ങൾ, 7 ഭൂമികൾ, 7 ദിവസങ്ങൾ, 7 പ്രാവശ്യം പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്നത്, ജംറയിലുള്ള 7 കല്ലേറുകൾ, അതുപോലെ തന്നെ സഫാ മർവക്കടയിലുള്ള 7 സഅയികൾ നടത്തം, 7 ധാന്യ കതിരുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചത്, അതുപോലെ തന്നെ പരലോക സന്നിധിയിൽ 7 വിഭാഗം ആളുകൾക്ക് തണൽ ലഭിക്കും എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരങ്ങളിലെ 7 തക്ബീറുകളെ കുറിച്ച്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 7 ആവർത്തിത വചനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട 7 അക്ഷരങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് 7 വയസ്സായാൽ ആ 7 വയസ്സ് മുതൽ നിസ്കാരം ശീലിപ്പിക്കണം എന്നതിനെക്കുറിച്ച്, ഇനിയൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ 7ാമത്തെ ദിവസമാണ് അഖീഖ അറുക്കൽ ഏറ്റവും ഫളിൽ എന്ന്, ശ്രേഷ്ഠമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒട്ടനവധി ഖൈറാത്തുകൾ നിറക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. അറഫ ദിവസം. ആ അറഫ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മാനവിക രാശിയെ ഓർമ്മപ്പെടുത്തുന്നത് അന്നഹു യൗമു അറഫ,
ഇക്മാലുദ്ദീൻ വ ഇത്മാമുൻ നിഅമ എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു അറഫ ദിനം കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ആ അറഫ ദിനത്തിലാണ് മാനവരാശിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണം സംഭവിച്ചത്. ആ അറഫ ദിനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ്. അൽയൗമ ഇന്നേ ദിവസം, അറഫ ദിവസമാണ്, അക്മൽതു ലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം അള്ളാഹു പൂർത്തീകരിച്ചു തന്നത്. വഅത്മംതു അലൈക്കും നിഅമതി, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങളെ ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു യഹൂദൻ വരുന്നുണ്ട്. എന്നിട്ട് ആ യഹൂദൻ അദ്ദേഹത്തോട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, തീർച്ചയായും നിങ്ങളുടെ കിതാബിൽ ഒരു ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യാറില്ലേ? ആ ആയത്തെങ്ങാനും ലൗ അലൈന മഅശറൽ യഹൂദി, യഹൂദികളായി ഞങ്ങൾക്കാണ് അത് നൽകപ്പെട്ടിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു എന്നാണ് ആ യഹൂദൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. യഹൂദന്മാർ ആഘോഷമാക്കി മാറ്റും എന്ന് പറഞ്ഞ ദിവസം ഇസ്ലാമിൽ ആഘോഷമില്ല. മറിച്ച് അന്ന് ഇബാദാത്തുകൾ, ദിക്ർ, ദുആവ്, സ്വലാത്തുകൾ, സ്വതക്കാത്തുകൾ നൽകിക്കൊണ്ട് ആ ദിവസത്തെ പവിത്രമാക്കാനും ആ ദിവസത്തിൽ കൂടുതൽ അള്ളാഹുവിങ്കിലേക്ക് അടുക്കാനുള്ള നന്മകൾ പ്രവർത്തിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും 3 തവണ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച കൂട്ടത്തിൽ റളീതു ബില്ലാഹി റബ്ബ, സൃഷ്ടാവായ, സംരക്ഷകനായ, നിയന്ത്രകനായ, അന്നം നൽകുന്നവനായ അള്ളാഹുവിനെ റബ്ബായി, രക്ഷിതാവായി തൃപ്തിപ്പെടുക. വബിൽ ഇസ്ലാമി ദീന, യഥാർത്ഥ മാർഗമായ ദീനുൽ ഇസ്ലാമിനെയും തൃപ്തിപ്പെടുക. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി, പ്രവാചകനായി അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുക എന്ന് ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ യൗമു അറഫയുടെ 2-ാമത്തെ ഫളലായി പഠിപ്പിച്ചത് അന്നഹു യൗമ ഈദ് ലിഅഹ്ലിൽ മൗഖിഫി, അറഫ ഭൂമിയിൽ സംഗമിച്ചിട്ടുള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അറഫയുടെ ഫളലായി കൊണ്ട് 3-ാമതായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അന്നഹു യൗമ അറഫ അഖ്സമല്ലാഹു ബിഹി എന്നാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസത്തെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത് വശാഹിദിൻ വമഷ്ഹൂദ് എന്നാണ്. സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അൽ യൗമുൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് യൗമുൽ ഖിയാമ, അത് ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മഷ്ഹൂദ്, അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അത് അറഫ ദിവസമാണെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വശാഹിദ്, സാക്ഷ്യം എന്ന് പറയുന്നത് യൗമുൽ ജുമുഅ, അത് ജുമുഅ ദിവസമാണ് എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വശഫ്ഇ വൽ വതർ. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് അഷ്ഫ്,
അഷഫ് എന്ന് പറഞ്ഞാൽ യൗമുൻ നഹർ വൽ വത്ർ യൗമുൽ അറഫ, ബലിപെരുന്നാളിന്റെ ദിവസമാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇനി ഒറ്റ എന്ന് പറഞ്ഞാൽ അത് അറഫ ദിവസമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലയാലിൻ അശ്ർ. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹ്മഹുല്ലാഹ് പറയാം, വഫി അയ്യാമിൻ അശ്രി അൽ ഉഖൂഫു ബിഅറഫത അല്ലദി യഗ്ഫിറുല്ലാഹു ഫീഹി ലിഇബാദതിഹി മഗ്ഫിറതൻ യഹ്സനു ലഹു ശൈത്താൻ ഫമാ റബ്ബുശ് ശൈത്വാനി അഹ്ഖറ വലാ അദ്ഹരിൻ മിൻഹു ഫി യൗമി അറഫ. അറഫ സംഗമ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് ധാരാളമായി പാപമോചനങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. ആ ദിവസം മലക്കുകൾ ധാരാളമായി ഇറങ്ങുന്നത് കൊണ്ട് ആ കാഴ്ച പിശാച് ധാരാളമായി കാണും. അങ്ങനെ പിശാച് കാണുന്ന ആ സമയത്ത് പിശാച് അങ്ങേയറ്റം സങ്കടപ്പെടുകയും ആ പിശാചിനെ അള്ളാഹു അന്നേ ദിവസം അപമാനത്തിലാക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അറഫ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഖൈറുകൾ പരിശുദ്ധ ഇസ്ലാം മാനവരാശിയുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി ആ യൗമു അറഫയുടെ 4ാമത്തെ ഫദ്ലായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അന്ന സിയാമഹു യുകഫിറു സനതൈൻ. അറഫ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, സുന്നത്ത് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് 2 വർഷത്തെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പൊറുത്തു കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫാ ദിനത്തിലെ നോമ്പുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പുറത്തു കൊടുക്കും എന്ന. അപ്പൊ അത്രയും ശ്രേഷ്ഠമാണ് അറഫാ ദിവസത്തിലുള്ള നോമ്പ് എന്ന് പറയുന്നത്. ഇനി അറഫാ ദിവസത്തിന്റെ 5ാമത്തെ ഫദ്ലായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അന്നഹു അൽ യൗം അല്ലദി അഖദല്ലാഹു ഫീഹിൽ മീസാഖ അലാ ദുർരിയത്തി ആദം. അറഫാ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചു. ശേഷം അദ്ദേഹത്തിന്റെ ലോകാവസാനം വരെയുള്ള സന്താനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറപ്പായ ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട് എന്ന. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 172-ാമത്തെ ആയത്തിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സൃഷ്ടിച്ചു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമയെ അവിടേക്ക് അല്ലാഹു വിളിച്ചു വരുത്തി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ആദമിന്റെ മുതുകിൽ തടവാൻ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആദമിന്റെ മുതുകിൽ തടവി. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമയിൽ നിന്നും ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ സന്താനങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അങ്ങനെ ഹാജരായി നിൽക്കുന്ന ആ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ദൃഢമായ ഉറപ്പായ ഒരു കരാറ് അവരിൽ നിന്ന് വാങ്ങുകയാണ്. എന്താണ് ആ കരാറ്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്നാണ് ചോദ്യം. ഖാലൂ, അവർ പറഞ്ഞു, ബലാ, അതെ, ഷഹിദിനാ, ഞങ്ങൾ അതിന് സാക്ഷ്യം നിൽക്കുന്നു. ഈ ഒരു കരാറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് വാങ്ങിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ദിവസം ഏതാ? യൗമു അറഫയാണ്. ഇനി അറഫ ദിവസത്തിന്റെ 6ാമത്തെ ഫദ്ലായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അന്നഹു യൗമു അറഫ, തീർച്ചയായും അറഫ ദിവസത്തിലാണ് മഅ്ഫിറത്തു ദുനൂബ്. ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് പാപമോചനം തേടാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. വൽ അത്ഖു മിനന്നാർ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസത്തിൽ
നരകത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുകയും ചെയ്യും. വൽ മുബാഹാതു ബി അഹ്ലിൽ മൗഖിഫ്, അങ്ങനെ ആ അറഫ ദിവസത്തിൽ സംഗമിച്ചിരിക്കുന്ന ഹാജിമാരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയും ചെയ്യും. ആ ദിവസത്തിൽ, ആ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ മിൻ യൗമിൻ അക്തറ മിൻ അയ്യുതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും മറ്റൊരു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാറില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ആ അറഫ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹിൽ മലായികത ബിഅഹ്ലി അറഫാത്തിൻ യഖൂൽ ഉൻദുറൂ ഇലാ ഇബാദി ശുഅസൻ ഖുബ്റ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ സംഗമിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് മലക്കുകളെ പറഞ്ഞയക്കും. ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹാജിമാരെ കുറിച്ച്, അറഫയിൽ സംഗമിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളും. എന്നിട്ട് അള്ളാഹു അവന്റെ മലക്കുകളോട് പറയുകയാണ്, കണ്ടോ, മുടികളൊക്കെ ജടപിടിച്ച് അവരുടെ ശരീരമാസകലം മുഴുവനും പൊടികൾ പുരണ്ട് ആകെ പ്രയാസപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ആ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറയും. എന്നിട്ട് അള്ളാഹു അവന്റെ മലക്കുകളോട് പറയുകയാണ്, മാ അറാദ ഹൗലായി, എന്റെ അടിമകൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. നോക്കുക, എത്ര പവിത്രമാണ് അറഫയുടെ ദിവസം എന്ന് പറയുന്നത്. അത്രയും ഫളലുകൾ നൽകപ്പെടുന്ന ആ ദിവസത്തിൽ പരമാവധി അമലുകൾ പ്രവർത്തിക്കാൻ, ധാരാളമായി കൊണ്ടുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ആ അറഫ ദിവസത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഖൈറു ദുആഇ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉത്തമമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ദുആഉ യൗമി അറഫ, അറഫ ദിവസത്തിലെ പ്രാർത്ഥനക്കാണെന്ന് മഹാനായ പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, അഫ്ളലു ദുആഇ, ഒരു സ്ഥലത്ത് ഖൈറു ദുആ എന്നാണ് പറഞ്ഞതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ പറഞ്ഞത് അഫ്ളലു ദുആ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ദുആഉ യൗമി അറഫ, അറഫ ദിവസത്തിലെ പ്രാർത്ഥന എന്നാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അറഫ ദിവസത്തിൽ ഒരുപാട് തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും ഒക്കെ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അഫ്ളലു മാ ഖുൽതു അന വനബിയ്യൂന അശിയ്യത അറഫ, ഞാനും എൻ്റെ കൂടെയുള്ള പ്രവാചകന്മാരും മറ്റു അമ്പിയാക്കളും അറഫ ദിവസത്തിൽ ചൊല്ലിയിരുന്ന, വർദ്ധിപ്പിച്ചിരുന്ന ദിക്ർ പ്രാർത്ഥന എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് അറഫ ദിവസത്തിൽ ഇരുന്നത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫളിലുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു വിഷയമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. ആ അറഫ ദിവസത്തിലുള്ള ഫളിലുകൾ, ശ്രേഷ്ഠതകൾ അതേ രൂപത്തിൽ കൽപ്പിച്ചുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഏതൊക്കെ രൂപത്തിൽ അമലുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ അമലുകൾ വർദ്ധിപ്പിക്കാൻ കഴിയണമെന്നാണ്. അതുകൊണ്ടാണ് ആ അറഫ സംഗമത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ആ ഹജ്ജിലെ ആ അറഫ സംഗമത്തിൽ വെച്ചുകൊണ്ട്, വിടവാങ്ങൽ ഹജ്ജിൽ വെച്ചുകൊണ്ട് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന 1.25 ലക്ഷം വരുന്ന സ്വഹാബ ക്രാമുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താ പ്രവാചകൻ അവർക്ക് നൽകുന്ന മറുപടി? അല്ലയോ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ അറബിയേക്കാൾ അനറബിക്കോ, അനറബിയേക്കാൾ അറബിക്കോ, വെളുത്തവനേക്കാൾ കറുത്തവനോ, കറുത്തവനേക്കാൾ വെളുത്തവനോ ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാ ബിത്തഖ്വ, തഖ്വയുള്ളവനല്ലാതെ. നമുക്ക് തഖ്വയുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് ശ്രേഷ്ഠതയുണ്ട്. എന്നിട്ട് പ്രവാചകൻ ആ സ്വഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, അയ്യോമിൻ ഹാദാ, ഈ ദിവസം ഏതാണ്? സ്വഹാബത്ത് പറഞ്ഞു, ഹാദാ ഹറാമൻ, ഇത് പരിശുദ്ധമായ അറഫയുടെ ദിവസമാണ്. ഇത് ഏത് ദിവസമാണ്? സ്വഹാബത്ത് പറഞ്ഞു, ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇതേത് സ്ഥലമാണ്? ഇത് പരിശുദ്ധമായ അറഫ ഉൾക്കൊള്ളുന്ന, കഅബാലയം ഉൾക്കൊള്ളുന്ന മക്കയാണ്. സ്വഹാബത്ത് പറഞ്ഞു, എങ്കിൽ ഈ ദിവസം എത്ര പവിത്രമാണോ, ഈ സ്ഥലം എത്ര പവിത്രമാണോ, ഈ മാസം എത്ര പവിത്രമാണോ, നിങ്ങളുടെ കൂട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്താൻ പാടില്ല, സാമ്പത്തികമായ വഞ്ചനകൾ ഉണ്ടാകാൻ പാടില്ല, ഒരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല. മക്കയേക്കാൾ പവിത്രമാണ് ഒരു മനുഷ്യന്റെ അഭിമാനം. പരിശുദ്ധമായ യൗമു അറഫയേക്കാൾ പവിത്രമാണ് ഒരു മനുഷ്യന്റെ അഭിമാനം. പവിത്രമായ ദുൽഹിജ്ജിനേക്കാളും ഉന്നതിയിലാണ് ഒരു മനുഷ്യന്റെ അഭിമാനം. അത് നിങ്ങൾ ക്ഷതപ്പെടുത്തരുത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും ഉന്നതമാക്കപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ യൗമു അറഫയുടെ ഫദ്ലുകൾ ഉൾക്കൊണ്ട് അതിനെ വരവേൽക്കാനുള്ള നന്മകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണമെന്നാണ് ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ രൂപത്തിൽ പരമാവധി അമലുകൾ ജീവിതത്തിനോട് ചേർത്ത് വെക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളൊരു കൂട്ട നരകത്തിലേക്ക്, മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, വേദനിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ വേദനകളും നീ പരിപൂർണമായ രീതിയിൽ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും മാനസികമായ സംഘർഷങ്ങളും നീ നീക്കിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رؤوف رحيم. اللهم انصر من نصر الدين وخذل من حد الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.